പാഠപുസ്തകത്തിൽ നിന്നും തന്റെ പേര് നീക്കം ചെയ്യണമെന്ന് NCERT-യോട് യോഗേന്ദ്ര യാദവ്. പാഠപുസ്തക സമിതിയിൽ നിന്നും ഒഴിവായിട്ടും തന്റെ പുതിയ പുസ്തകത്തിൽ പേര് ഉൾപ്പെടുത്തിയതാണ് യോഗേന്ദ്ര യാദവിനെ ചൊടിപ്പിച്ചത്. പേര് ഒഴിവാക്കിയില്ലെങ്കിൽ നിയമ നടപടിയെടുക്കുമെന്നും യോഗേന്ദ്ര യാദവ് മുന്നറിയിപ്പ് നൽകി. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, NCERT പാഠപുസ്തകത്തിൽ നിന്ന് ചരിത്ര ഭാഗങ്ങൾ ഒഴിവാക്കിയതിനെതിരെ വലിയ പ്രതിഷേധവും വിമർശനവും ഉയരുന്ന പശ്ചാത്തലത്തിലാണ് തന്റെ പേര് ഒഴിവാക്കണമെന്ന് യോഗേന്ദ്ര യാദവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? പുതിയ പാഠപുസ്തകം ഇറക്കി കഴിഞ്ഞപ്പോൾ അതിൽ അയോധ്യ പരാമർശിക്കുന്ന ഭാഗത്ത് തന്നെ 3 താഴികക്കുടങ്ങളുള്ള കെട്ടിടം എന്ന് 3 മിനാരങ്ങളുള്ള കെട്ടിടം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ബാബറി മസ്ജിദ് എന്നുള്ള ഒരു പേര് പോലും പരാമർശിക്കാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല, 1 വർഷം മുമ്പാണ് യോഗേന്ദ്ര യാദവ് പാഠപുസ്തക സമിതിയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ സമിതിയുടെ കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോകുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ യോഗേന്ദ്ര യാദവ് സമിതിയിൽ നിന്ന് പിന്മാറിയതാണ്. പക്ഷേ 1 വർഷത്തിന് ശേഷം പുറത്തിറക്കിയ പാഠപുസ്തകത്തിൽ ആ പാഠപുസ്തക സമിതിയിൽ യോഗേന്ദ്ര യാദവിൻ്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് എത്രയും വേഗം ഇത് നീക്കം ചെയ്യണം എന്നുള്ള കാര്യമാണ് പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ചെയർമാന് കത്തയച്ചിരിക്കുകയാണ്. കാര്യം, ഈ ചെയർമാൻ ഇത്തരത്തിലുള്ള ഒരു കാവ്യവൽക്കരണവുമായി മുന്നോട്ട് പോകുന്ന പദ്ധതിക്ക് ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും തനിക്ക് ഇതിനോട് യോജിക്കാൻ കഴിയില്ല. ഇനി അഥവാ നീക്കം ചെയ്തില്ലെങ്കിൽ നിയമ നടപടികൾ എടുക്കുമെന്ന മുന്നറിയിപ്പോടുകൂടിയാണ് NCERT-ക്ക് ഇപ്പോൾ ഇമെയിൽ യോഗേന്ദ്ര യാദവ് പരാതി നൽകിയിരിക്കുന്നത്.